ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ ബോൾട്ടിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത് 2024 എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിതൊരു പാർട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിലൂടെ എങ്ങനെയായിരിക്കണം നമ്മളൊരു ഗെയിമിംഗ് വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഗെയിമിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിമിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അടുത്ത പാർട്ടിലായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമുക്കൊരു ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നുമുള്ള എല്ലാ ലൈവ് വീഡിയോസും നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, നിങ്ങൾ ഒരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ പല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഗ്രോ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ചാനലിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പല മേഖലകളിലും നിങ്ങൾ നോക്കിയിട്ടും നിങ്ങളുടെ ചാനൽ ഒന്ന് ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു മേഖലയുണ്ട്, ഗെയിമിംഗ് എന്ന് പറയുന്നത്. കാരണം ഓരോ ദിവസം ചെല്ലും തോറും ഗെയിമിംഗ് ഇൻഡസ്ട്രി, അതായത് യൂട്യൂബിലെ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ട്രാവൽ അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗിനെ പോലെ നിരവധി യൂട്യൂബ് ചാനൽസ് ഗെയിമിംഗ് ചാനലിനുണ്ടെങ്കിലും മറ്റ് ചാനലിനെ അപേക്ഷിച്ച് ഗെയിമിംഗ് യൂട്യൂബ് ചാനലിന് കൂടുതലും ഓരോ ദിവസം വരും തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗെയിമിംഗ് ചാനലിന്റെ ഗ്രോ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റവന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രാവൽ ബ്ലോഗ്സിന്റെ റവന്യൂ, അതായത് നമുക്കൊരു 1000 വ്യൂസിന് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂവും അതുപോലെ ഗെയിമിംഗ് ചാനലിന്റെ 1000 വ്യൂസിന് നമുക്ക് കിട്ടുന്ന റവന്യൂവും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ ഗെയിമിംഗ് ചാനലിന് എപ്പോഴും കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് വളരെ വളരെ വലുത് തന്നെയാണ്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ടൈപ്പ് കണ്ടന്റുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഗെയിമിന്റെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് വീഡിയോസിന്റെ റിവ്യൂ ചെയ്യുന്ന ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് വീഡിയോസിന്റെ അല്ലെങ്കിൽ ഗെയിമിങ്ങിന്റെ നിങ്ങൾ റിവ്യൂ അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലോ, നിങ്ങൾ ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നിങ്ങൾ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗെയിമിംഗ് ചാനലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ ഓൾറെഡി എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിന്റെ ഒരു സബ് ചാനൽ പോലെ നിങ്ങൾ ഒരിക്കലും ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒരു ജിമെയിൽ അക്കൗണ്ട്, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ജിമെയിൽ അക്കൗണ്ടിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എപ്പോഴും ഗെയിമിംഗ് ചാനലുകൾക്ക് നമുക്ക് കോപ്പിറൈറ്റും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് വരാൻ സാധിക്കുന്ന, പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഗെയിമിംഗ് ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഗെയിമിംഗ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു സെപ്പറേറ്റ് ജിമെയിൽ ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അതിലൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ ചാനലിന് ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ചാനലിന് ഒരു നെയിം നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ചാനലിന്റെ നെയിം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ആളുകൾക്ക്, അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ചാനൽ നെയിം ആണെങ്കിൽ നിങ്ങൾ 1, 2, 3 അല്ലെങ്കിൽ 10, 15 വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല വ്യൂസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ ഓർത്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുന്നതിലൂടെ നിങ്ങളുടെ ചാനലിലേക്ക് നല്ല രീതിയിൽ വ്യൂസും അല്ലെങ്കിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും വരും. ഗെയിമിംഗ് ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് നമുക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നത് നമുക്ക് ഷോർട്ട് വീഡിയോയിലൂടെയാണ്. അതായത് നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഗെയിമിംഗ് വീഡിയോയുടെ ചെറിയ ചെറിയ ട്രിക്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊവേഷൻ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം.
ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല വ്യൂസും കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഫസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഗെയിമിംഗ് ചാനലിൻ്റെ, അതായത് ഗെയിമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന കൺസോൾ. അതായത് കൺസോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗെയിം കളിക്കാൻ പറ്റുന്നതിനുള്ള കപ്പാബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏകദേശം ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണിലും നമുക്ക് ഏത് ഗെയിം കളിക്കാൻ പറ്റുന്ന രീതിയിൽ കപ്പാബിൾ ആണ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഇപ്പോൾ ഓൾറെഡി തന്നെ ഗെയിമിംഗ് ചാനൽ നിരവധി തന്നെ ഉണ്ട്. ഇപ്പോൾ പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ തുടങ്ങിയ ഗെയിമിംഗ് ചാനലുകളൊക്കെ ഓൾറെഡി തന്നെ ഓരോ ഗെയിമേഴ്സ് നല്ല രീതിയിലുള്ള ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് നല്ല ക്വാളിറ്റി വീഡിയോസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളോട് ഒരു കുറ്റം പറയുന്നതല്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നല്ല വില കൂടിയ ഡിവൈസുകൾ വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ് ഏത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ള ഗെയിമുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് അതിൽ പ്രോ രീതിയിൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്ത് നമുക്ക് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 10,000 രൂപയുടെ മൊബൈൽ ആണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് പബ്ജി കളിക്കാൻ സാധിക്കും. പക്ഷെ അത് നിങ്ങളുടെ സ്കില്ല് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഹൈ പേയ്മെന്റ് അല്ലെങ്കിൽ നല്ല വില കൂടിയ ഡിവൈസുകൾ വാങ്ങാൻ നോക്കാണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം കളിച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് നല്ല വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ്, അതായത് ഗെയിമിംഗ് യൂട്യൂബ് ചാനലിൽ നിന്നും ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിവൈസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നിങ്ങൾ കയ്യിലിരിക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ EMI ലോണിലോ ഒന്നും നിങ്ങൾ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. മൂന്നാമതായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ 100% ഉറപ്പുള്ള ഒരു മേഖല തന്നെയാണ് നമ്മുടെ ഗെയിമിംഗ് വീഡിയോ അല്ലെങ്കിൽ ഗെയിമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ നമ്മൾ ഗെയിം റെക്കോർഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾ കോപ്പിറൈറ്റ്, അതായത് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കുകളും ബാക്ക്ഗ്രൗണ്ടുകളും യൂസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബിൻ്റെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗെയിമിംഗ് വീഡിയോസ് എഡിറ്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ വീഡിയോ, അതായത് നിങ്ങൾ ഗെയിമിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് അതിൽ ഉൾക്കൊണ്ട്, അതായത് നിങ്ങളുടെ വെബ് ക്യാമിലൂടെ നിങ്ങളുടെ ഫേസ് ആ ഗെയിമിംഗ് വീഡിയോയിൽ കൊണ്ടുവരാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വ്യൂവേഴ്സിന് ഇത് നിങ്ങളാണ് ചെയ്യുന്നത് എന്ന്, അതായത് നിങ്ങളുടെ ഒരു 100 വ്യൂവേഴ്സ് അല്ലെങ്കിൽ 1000 വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് മനസ്സിലാവണം ഇത് നിങ്ങളാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിടുന്നത് എന്ന്, അതായത് നിങ്ങളുടെ ഫോളോവേഴ്സ് ആണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ആണ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ഫോളോവേഴ്സിന് ഇത് മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ വെബ് ക്യാം ഓൺ ചെയ്ത് നിങ്ങളുടെ ഫേസ് അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരണം. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വരികയാണെങ്കിൽ നിങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഗെയിം ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പോപ്പുലർ ആവാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു ഗെയിമിംഗ് ചാനൽ വളർത്താം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വെറും ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ആണ്. ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ മാത്രമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ചാനലിൻ്റെ എങ്ങനെ നമുക്ക് തുടങ്ങണമെന്നും അതിൻ്റെ വീഡിയോ ഇടണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിലൂടെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗെയിമിംഗ് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമ്മളെല്ലാവരും ബേസിക്കായിട്ട് താഴേന്ന് തുടങ്ങുന്ന ആളുകളാണ്. നമുക്കൊന്നും ഗെയിമിംഗ് ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതിനെ കുറിച്ചോ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാം. ചിലപ്പോൾ നമ്മളിത് സക്സസ് ആയെന്ന് വരാം, ചിലപ്പോൾ നമ്മളിത് ഫെയിൽ ആയെന്ന് വരാം. പക്ഷെ നമ്മളത് ആരും ഫെയിലാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ നിൽക്കണ്ട. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡിലൂടെ നമുക്ക് ഒരു സക്സസ് ആവാം എന്നുള്ള ചിന്തയിലൂടെ മാത്രം നമ്മൾ മുന്നേറുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങുക
തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ്, ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ അൽക്കുലത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സിനിമ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ഒന്ന് ഫ്രഷ് ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഗെയിമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ നിരവധി ടെക് വീഡിയോസും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ട്യൂട്ടോറിയലും ടിപ്സുകളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാൽ നമ്മൾ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഗെയിമിംഗ് ചാനലിൻ്റെ ടെക്നിക്കിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഗെയിമിംഗ് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വളരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒപ്പം ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ യൂട്യൂബിൽ ഒരു ഗെയിമിംഗ് യൂട്യൂബ് ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ ടെക്നിക്കൽസുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് 2 വെയിറ്റ് ചെയ്തിരിക്കാം.